സത്യാരാധന എങ്ങനെ തിരിച്ചറിയാം? സത്യമതം ഒന്നേ ഉള്ളോ? ഒരൊറ്റ മതത്തെക്കുറിച്ച് മാത്രമേ യേശു തന്റെ അനുഗാമികളെ പഠിപ്പിച്ചുള്ളൂ, സത്യമതത്തെക്കുറിച്ച്. അതൊരു വഴി പോലെയാണ്, നിത്യജീവനിലേക്ക് നയിക്കുന്ന വഴി. കുറച്ചുപേർ മാത്രമേ അത് കണ്ടെത്തുന്നുള്ളൂ എന്ന് യേശു പറഞ്ഞു. മത്തായി 7:14. തന്റെ സത്യവചനത്തിന് ചേർച്ചയിലുള്ള ആരാധന മാത്രമേ ദൈവം സ്വീകരിക്കുകയുള്ളൂ. സത്യാരാധകരെല്ലാം ഐക്യത്തോടെ ഒരേ വിശ്വാസം പിൻപറ്റുന്നവരാണ്. യോഹന്നാൻ 4:23-24 ഇങ്ങനെ വായിക്കുന്നു: എങ്കിലും സത്യാരാധകർ പിതാവിനെ ദൈവാത്മാവോടെയും സത്യത്തോടെയും ആരാധിക്കുന്ന സമയം വരുന്നു. വാസ്തവത്തിൽ അത് വന്നുകഴിഞ്ഞു. ശരിക്കും തന്നെ ഇങ്ങനെ ആരാധിക്കുന്നവരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ദൈവം ഒരു ആത്മവ്യക്തിയാണ്. ദൈവത്തെ ആരാധിക്കുന്നവർ ദൈവാത്മാവോടെയും സത്യത്തോടെയും ആരാധിക്കണം. യോഹന്നാൻ 14:6 ഇങ്ങനെ വായിക്കുന്നു: യേശു തോമസിനോട് പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുത്തേക്ക് വരുന്നില്ല. എഫേസ്യർ 4:4-5 ഇങ്ങനെ വായിക്കുന്നു: ഒരേ പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചിരിക്കുന്നതുപോലെ തന്നെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവൊന്ന്, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്. വ്യാജ ക്രിസ്ത്യാനികളെക്കുറിച്ച് യേശു എന്തു പറഞ്ഞു? കള്ളപ്രവാചകന്മാർ ക്രിസ്തീയ മതത്തെ ദുഷിപ്പിക്കുമെന്ന് യേശു മുന്നറിയിപ്പ് നൽകി. പുറമെ അവർ സത്യാരാധകരെ പോലെ കാണപ്പെട്ടേക്കാം. തങ്ങളുടെ സഭ ക്രിസ്തീയമാണെന്ന് അവർ അവകാശപ്പെടുന്നു. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാനാകും. അതെങ്ങനെ? ശ്രദ്ധേയമായ നല്ല ഗുണങ്ങളും ജീവിതരീതിയുമുള്ള യഥാർത്ഥ ക്രിസ്ത്യാനികളെ ഉളവാക്കാൻ സത്യാരാധനയ്ക്ക് മാത്രമേ കഴിയൂ. മത്തായി 7:13-23 വരെ ഇങ്ങനെ വായിക്കുന്നു: ഇടുങ്ങിയ വാതിലിലൂടെ അകത്ത് കടക്കുക, കാരണം നാശത്തിലേക്കുള്ള വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാണ്. അനേകം ആളുകളും പോകുന്നത് അതിലൂടെയാണ്. എന്നാൽ ജീവനിലേക്കുള്ള വാതിൽ ഇടുങ്ങിയതും വഴി ഞെരുക്കമുള്ളതുമാണ്. കുറച്ചുപേർ മാത്രമേ അത് കണ്ടെത്തുന്നുള്ളൂ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുക. അവർ ചെമ്മരിയാടുകളുടെ വേഷത്തിൽ നിങ്ങളുടെ അടുക്കൽ വരുന്നു. ഉള്ളിലോ അവർ കടിച്ചുകീറുന്ന ചെന്നായ്ക്കളാണ്. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്കവരെ തിരിച്ചറിയാം. മുൾച്ചെടികളിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാൻ പറ്റുമോ? നല്ല മരം നല്ല ഫലങ്ങൾ തരുന്നു, ചീത്തമരമോ ചീത്ത ഫലങ്ങളും. നല്ല മരത്തിന് ചീത്ത ഫലങ്ങളും ചീത്ത മരത്തിന് നല്ല ഫലങ്ങളും തരാൻ കഴിയില്ല. നല്ല ഫലങ്ങൾ തരാത്ത മരമൊക്കെ വെട്ടി തീയിലിടും. അതെ, ഫലങ്ങളാൽ നിങ്ങൾക്കത്തരക്കാരെ തിരിച്ചറിയാം. എന്നോട് കർത്താവേ കർത്താവേ എന്നു പറയുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ കടക്കില്ല. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവർ മാത്രമാണ് സ്വർഗരാജ്യത്തിൽ കടക്കുക. ആ ദിവസം പലരും എന്നോടിങ്ങനെ ചോദിക്കും: കർത്താവേ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ പ്രവചിച്ചില്ലേ? അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയില്ലേ? അങ്ങയുടെ നാമത്തിൽ ധാരാളം അത്ഭുതങ്ങൾ കാണിച്ചില്ലേ? എന്നാൽ ഞാൻ അവരോട്, എനിക്കു നിങ്ങളെ അറിയില്ല, ധിക്കാരികളെ, എന്റെ അടുത്തുനിന്ന് പോകൂ എന്നു തീർത്തു പറയും. സത്യാരാധകരെ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാം? സത്യാരാധകർ ബൈബിളിനെ ദൈവത്തിന്റെ വചനമായി അംഗീകരിക്കുന്നു. ബൈബിൾ തത്വങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അവർ സകല ശ്രമവും ചെയ്യുന്നു. അതുകൊണ്ടുതന്നെ മനുഷ്യന്റെ ചിന്തകളെ അടിസ്ഥാനമാക്കിയുള്ള മതങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് സത്യമതം. സത്യാരാധകർ ഒന്ന് പ്രസംഗിക്കുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യില്ല. യോഹന്നാൻ 17:17 ഇങ്ങനെ വായിക്കുന്നു: സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ വചനം സത്യമാണ്. 2 തിമോഥെയോസ് 3:16-17 ഇങ്ങനെ വായിക്കുന്നു: തിരുവെഴുത്തുകൾ മുഴുവൻ ദൈവപ്രചോദിതമായി എഴുതിയതാണ്. അവ പഠിപ്പിക്കാനും ശാസിക്കാനും കാര്യങ്ങൾ നേരെയാക്കാനും നീതിയിൽ ശിക്ഷണം നൽകാനും ഉപകരിക്കുന്നു. അതുവഴി ദൈവഭക്തനായ ഒരു മനുഷ്യൻ ഏതു കാര്യത്തിനും പറ്റിയ എല്ലാ സൽപ്രവൃത്തിയും ചെയ്യാൻ സജ്ജനായ ഒരാളായിത്തീരുന്നു. യേശുവിന്റെ യഥാർത്ഥ അനുഗാമികൾ യഹോവ എന്ന ദൈവത്തിന്റെ പേരാദരിക്കുന്നു. ദൈവത്തിന്റെ പേര് എല്ലാവരെയും അറിയിച്ചുകൊണ്ട്
യേശു ആ പേര് ആദരിച്ചു. ദൈവത്തെക്കുറിച്ചറിയാൻ യേശു ആളുകളെ സഹായിക്കുകയും ദൈവത്തിന്റെ പേര് പരിശുദ്ധമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്തു. നിങ്ങളുടെ പ്രദേശത്തുള്ള ഏത് മതമാണ് ദൈവത്തിന്റെ പേര് എല്ലാവരെയും അറിയിക്കുന്നത്? യോഹന്നാൻ 17:26 ഇങ്ങനെ വായിക്കുന്നു: ഞാൻ അങ്ങയുടെ പേര് ഇവരെ അറിയിച്ചിരിക്കുന്നു, ഇനിയും അറിയിക്കും. അങ്ങനെ അങ്ങ് എന്നോട് കാണിച്ച സ്നേഹം ഇവരിലും നിറയും. ഞാൻ ഇവരോട് യോജിപ്പിലായിരിക്കുകയും ചെയ്യും. റോമർ 10:13-14 ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ പേര് വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും രക്ഷ കിട്ടും എന്നാണല്ലോ. എന്നാൽ അവർ വിശ്വാസമർപ്പിക്കാത്ത ഒരാളെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? കേട്ടിട്ടില്ലാത്ത ഒരാളിൽ അവർ എങ്ങനെ വിശ്വാസമർപ്പിക്കും? ആരെങ്കിലും പ്രസംഗിക്കാതെ അവർ എങ്ങനെ കേൾക്കും? സത്യക്രിസ്ത്യാനികൾ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു. ദൈവരാജ്യത്തിന്റെ സന്തോഷവാർത്ത പ്രസംഗിക്കാനാണ് ദൈവം യേശുവിനെ അയച്ചത്. മനുഷ്യരുടെ ഒരേ ഒരു പ്രത്യാശ ദൈവരാജ്യമാണ്. തന്റെ മരണം വരെ യേശു ആ രാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. തന്റെ അനുഗാമികളും അതേക്കുറിച്ച് പ്രസംഗിക്കുമെന്ന് യേശു പറഞ്ഞു. ആരെങ്കിലും ദൈവരാജ്യത്തെക്കുറിച്ച് പറയാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നെങ്കിൽ സാധ്യതയനുസരിച്ച് അയാൾ ഏതു മതത്തിൽപ്പെട്ടയാളായിരിക്കും? മത്തായി 24:14 ഇങ്ങനെ വായിക്കുന്നു: ദൈവരാജ്യത്തിന്റെ ഈ സന്തോഷവാർത്ത എല്ലാ ജനതകളും അറിയാനായി ഭൂലോകത്തെങ്ങും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. യേശുവിന്റെ അനുഗാമികൾ ഈ ദുഷ്ടലോകത്തിന്റെ ഭാഗമല്ല. രാഷ്ട്രീയ കാര്യങ്ങളിലോ സാമൂഹിക പോരാട്ടങ്ങളിലോ അവർ ഉൾപ്പെടുകയില്ല. ഈ ലോകത്തിന്റെ ദുഷിച്ച ശീലങ്ങളും മനോഭാവങ്ങളും അവർ പകർത്തുകയുമില്ല. യാക്കോബ് 4:4 ഇങ്ങനെ വായിക്കുന്നു: വ്യഭിചാരിണികളെ, ലോകവുമായുള്ള സൗഹൃദം ദൈവത്തോടുള്ള ശത്രുത്വമാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അതുകൊണ്ട് ലോകത്തിന്റെ സുഹൃത്താകാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും തന്നെ ദൈവത്തിന്റെ ശത്രുവാക്കി തീർക്കുന്നു. സത്യക്രിസ്ത്യാനികൾ പരസ്പരം അകമഴിഞ്ഞ് സ്നേഹിക്കുന്നു. വർഗവ്യത്യാസം കൂടാതെ എല്ലാ ആളുകളെയും ബഹുമാനിക്കാൻ ദൈവവചനത്തിൽ നിന്ന് അവർ പഠിക്കുന്നു. രാഷ്ട്രങ്ങളുടെ യുദ്ധങ്ങൾക്ക് വ്യാജമതങ്ങൾ മിക്കപ്പോഴും പൂർണ്ണ പിന്തുണ കൊടുക്കുമ്പോൾ സത്യാരാധകർ അതിൽ പങ്കെടുക്കുകയോ അതിനെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നില്ല. പകരം മറ്റുള്ളവരെ സഹായിക്കാനും പ്രോത്സാഹിപ്പിക്കാനും സത്യക്രിസ്ത്യാനികൾ തങ്ങളുടെ സമയവും വസ്തുവകകളും ഒരു മടിയും കൂടാതെ ചെലവഴിക്കുന്നു. യോഹന്നാൻ 13:34-35 ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. നിങ്ങളുടെ ഇടയിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്നെല്ലാവരും അറിയും. 1 യോഹന്നാൻ 4:20 ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നയാൾ നുണയനാണ്. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തയാൾ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? സത്യമതം ഏതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനാകുന്നുണ്ടോ? എല്ലാ കാര്യങ്ങളും ബൈബിളിനെ അടിസ്ഥാനമാക്കി പഠിപ്പിക്കുന്ന മതമേതാണ്? ആരാണ് ദൈവത്തിന്റെ പേര് ആദരിക്കുന്നത്? മനുഷ്യരുടെ ഒരേ ഒരു പ്രത്യാശയായി ദൈവരാജ്യത്തെക്കുറിച്ച് എല്ലാവരോടും പറയുന്നതാരാണ്? യുദ്ധത്തിൽ പങ്കെടുക്കാതെ സ്നേഹത്തിന്റെ മാർഗത്തിൽ ജീവിക്കുന്നത് ഏത് കൂട്ടരാണ്? നിങ്ങൾക്കെന്തു തോന്നുന്നു? 1 യോഹന്നാൻ 3:10-12 വരെ ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിന്റെ മക്കൾ ആരാണെന്നും പിശാചിന്റെ മക്കൾ ആരാണെന്നും ഇങ്ങനെ വെളിപ്പെടുന്നു. നീതി പ്രവർത്തിക്കാത്തവരും സ്വന്തം സഹോദരനെ സ്നേഹിക്കാത്തവരും ദൈവത്തിൽ നിന്നുള്ളവരല്ല. നിങ്ങൾ ആദ്യം മുതൽ കേട്ടിരിക്കുന്ന സന്ദേശം ഇതാണ്: പരസ്പരം സ്നേഹിക്കണം. ദുഷ്ടനിൽ നിന്ന് ജനിച്ച കയീനെപ്പോലെയാകരുത് നമ്മൾ. കയീൻ സ്വന്തം സഹോദരനെ കൊന്നു. എന്തിനായിരുന്നു കയീൻ സഹോദരനെ കൊന്നത്? സ്വന്തം പ്രവൃത്തികൾ ദുഷ്ടത നിറഞ്ഞതും സഹോദരന്റേത് നീതിയുള്ളതുമായിരുന്നതുകൊണ്ട്.